2025+1 സിംഗിൾ വിൻഡോ ഏകജാലക അപേക്ഷകർ ശ്രദ്ധിക്കുക. ഈ മാസം 24 തീയതി മെയ് 24-ന് നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡുമാണ് കയ്യിൽ വേണ്ടത്. എന്തൊക്കെയാണ്? ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും. നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കുന്നതിന് മുമ്പായി ഈ രണ്ട് സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലാത്ത ആളുകൾ നിങ്ങളുടെ പ്രിന്റ് ഔട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ സിംഗിൾ വിൻഡോ അപേക്ഷ പ്രിന്റ് ഔട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഐ ഡി ലഭിക്കുന്നതാണ്. പാസ്വേഡ് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക തന്നെ വേണം. ഇനി ഈ രണ്ട് സാധനങ്ങളും ചില വിദ്യാർത്ഥികളെടുത്ത് ചിലപ്പോൾ പ്രിന്റ് ഔട്ട് ഉണ്ടാവില്ല. സിംഗിൾ വിൻഡോ അപേക്ഷ നൽകിയതിനു ശേഷമുള്ള പ്രിന്റ് ഔട്ട് ഉണ്ടാവില്ല. അത് നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? അവരുടെ ഈ സിംഗിൾ വിൻഡോ അപേക്ഷയുടെ അവിടെ തന്നെ ഗെറ്റ് ആപ്ലിക്കേഷൻ ഐ ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, SSLCയുടെ രജിസ്റ്റർ നമ്പർ, ഡിസ്ട്രിക്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഐ ഡി ജനറേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി പാസ്വേഡ് ആണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് അടിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് ലഭിക്കുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കും നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്ത സമയത്തുള്ള ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ വെക്കണം. കാരണം മൊബൈൽ OTP വെച്ചാണ് ഈ സാധനങ്ങളെല്ലാം റീജനറേറ്റ് ചെയ്ത് എടുക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്താണ് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കുന്നത്. ഇത്തരത്തിൽ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിക്കാൻ സാധ്യതയുള്ള സ്കൂളും കോഴ്സും നമുക്ക് അറിയാൻ പറ്റും. ഇത് മൊബൈൽ ഫോൺ വെച്ചൊക്കെ ചില വിദ്യാർത്ഥികളെങ്കിലും ലോഗിൻ ചെയ്ത് നോക്കാറുണ്ട്. അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിക്കാൻ സാധ്യതയുള്ള സ്കൂളും കോഴ്സും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ട്രയൽ അലോട്ട്മെന്റ് നമ്മൾ പരിശോധിക്കുന്നത്. മറ്റൊരു അവസരം കൂടിയാണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ആ അവസരം? മറ്റൊന്നുമല്ല, ട്രയൽ അലോട്ട്മെന്റിൽ നമുക്ക് നമ്മുടെ അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ വരുത്താനുള്ള ഒരു സുവർണാവസരമാണ് ട്രയൽ അലോട്ട്മെന്റ്. അതായത് അപേക്ഷയിൽ എഡിറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും കൂടെയുള്ള ഒരു സുവർണാവസരമാണ് ട്രയൽ അലോട്ട്മെന്റ്. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ട്രയൽ അലോട്ട്മെന്റ് സമയം നമുക്ക് വിനിയോഗിക്കാവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾ ചുമ്മാ ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ കൈ അറിയാതെ എഡിറ്റ്, പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൽ ചെറിയ സ്ക്രീൻ ആയിരിക്കും നമ്മുടെ അടുത്ത് ഉണ്ടാവുക. അറിയാതെ എഡിറ്റിൽ നമ്മുടെ കൈ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായും അപേക്ഷയുടെ ഏറ്റവും താഴെ പോയി ഫൈനൽ കൺഫർമേഷൻ അല്ലെങ്കിൽ സബ്മിറ്റ് ഉണ്ടാവും. ഫൈനൽ കൺഫർമേഷനും ഉണ്ടാവും, അതുപോലെ തന്നെ സബ്മിറ്റും ഉണ്ടാവും. ഇത് രണ്ടും നമ്മൾ നിർബന്ധമായിട്ടും അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഏതൊക്കെയാണ്? സബ്മിറ്റും ഫൈനൽ കൺഫർമേഷനും. ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചെറിയ സ്ക്രീൻ ആയിരിക്കും. അത് വെച്ചാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മിക്കവാറും വിദ്യാർത്ഥികൾ മുൻ വർഷങ്ങളിലൊക്കെ ചെയ്തൊരു അബദ്ധമാണ്. അവർ സബ്മിറ്റ് ചെയ്യാൻ മറന്നുപോകും, ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ മറന്നുപോകും. ആ സമയത്ത് പിന്നീട് വരുന്ന അലോട്ട്മെന്റിന് അത്തരം വിദ്യാർത്ഥികളെ പരിഗണിക്കാതിരിക്കുന്ന അവസ്ഥ വരാറുണ്ട്. അതുകൊണ്ട് ഈ അബദ്ധം ഒരു കാരണവശാലും വിദ്യാർത്ഥികൾ വരുത്താതിരിക്കുക. ഇനി കുറച്ചുകൂടെ നല്ലത്, നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ അലോട്ട്മെന്റ് പരിശോധിക്കുന്നതിന് പകരം നിങ്ങൾക്കൊരു PC-യോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ അതിലായിരിക്കും അലോട്ട്മെന്റ് പരിശോധിക്കുന്നത് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഇന്റർനെറ്റ് കഫേയോ അല്ലെങ്കിൽ CSC സെന്ററിനെയോ അക്ഷയ സെന്ററുകളെയോ ഒക്കെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ആശ്രയിക്കാം. ഒരു കാരണവശാലും മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ മറന്നു പോകാതിരിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തിക്കൊള്ളൂ. ഉടനടി മറുപടി തരുന്നതാണ്. താങ്ക്